പാർലമെന്റ് നടുത്തളത്തിൽ തീ പാറുന്ന ചർച്ച. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ബില്ല് ലോക്സഭയിൽ വരുന്നു. മാഫിയകളുടെയും തട്ടിപ്പുകാരുടെയും നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അതിശക്തമായ നിയമവുമായി കളത്തിലിറങ്ങുമ്പോൾ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വീണ്ടും ഉയരുന്നു പതിവ് വിലാപങ്ങൾ. മൈക്ക് കയ്യിലെടുത്ത് സാക്ഷാൽ കെ.സി. വേണുഗോപാൽ സഭയിൽ വിളിച്ചു പറയുകയാണ്, കുറ്റബോധം കൊണ്ട് മോദിയും അമിത്ഷായും സഭയിൽ നിന്ന് ഒളിച്ചോടിയെന്ന്. കേൾക്കുമ്പോൾ തോന്നുക രാജ്യത്തെവിടെയോ വൻ വിപ്ലവം നടന്നു എന്നായിരിക്കും. സർക്കാരിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരെയും കൂട്ടി സോഷ്യൽ മീഡിയയിൽ വീമ്പിളക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്ന് നിർത്തൂ സുഹൃത്തുക്കളെ. നിങ്ങളുടെ ഈ നാടകം കണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ ചിരിക്കുകയാണോ അതോ പുച്ഛിക്കുകയാണോ എന്ന് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ചരിത്രപരമായ ഒരു ബില്ല് മേശപ്പുറത്ത് വെക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു വരി സംസാരിക്കാൻ ഗതിയില്ലാതെ മോദിയും അമിത്ഷായും സഭയിൽ ഇല്ല എന്ന് പറഞ്ഞ് കരയാൻ മാത്രം ഹതംപതിച്ചോ നിങ്ങളുടെ രാഷ്ട്രീയം? വകുപ്പുകൾക്ക് കൃത്യമായ മന്ത്രിമാരും പാർലമെന്ററി മര്യാദകളുമുള്ള ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അസാന്നിധ്യം വലിയൊരു ഒളിച്ചോട്ടമായി ചിത്രീകരിച്ച് കയ്യടി വാങ്ങാമെന്ന് മോഹിക്കുന്ന കെ.സി. വേണുഗോപാലിനും കൂട്ടർക്കും മുഖത്തടിക്കുന്ന മറുപടിയാണ് രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. 56 ഇഞ്ച് നെഞ്ചളവിനെ കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് എന്ത് യോഗ്യതയാണുള്ളത്? 5 ഇഞ്ചിന്റെ പോലും നട്ടലില്ലാതെ അഴിമതിയുടെയും കുംഭകോണങ്ങളുടെയും അഴുക്കുചാലിൽ നിന്ന് ഇതുവരെ കരകയറാത്ത നിങ്ങളുടെ പാർട്ടിയാണോ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഭരണത്തെ ചോദ്യം ചെയ്യുന്നത്? സംഭവം എന്താണ്? എന്തിനാണ് കോൺഗ്രസ് ഇത്രയധികം വിറളി പൂണ്ടിരിക്കുന്നത്? കള്ളക്കഥകളും ഒളിച്ചോട്ട നാടകങ്ങളും കൊണ്ട് ഈ സർക്കാരിന്റെ മുന്നേറ്റത്തെ തടയാനാകില്ലെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് വിഷയം എന്താണെന്ന് കൃത്യമായി പരിശോധിക്കാം. 2026 നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായ സംഭവവും ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള കർശനമായ ഭേദഗതി ബില്ലുമാണ് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വന്നത്. ഇത് രാജ്യത്തെ കോടിക്കണക്കിന് യുവജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കണം? ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയും അതിൽ വരുത്തേണ്ട മാറ്റങ്ങളും എങ്ങനെ തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം എന്നതുമാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ കെ.സി. വേണുഗോപാൽ ചെയ്തത് എന്താണെന്ന് അറിയാമോ? പരീക്ഷാ മാഫിയകൾക്കെതിരെ സർക്കാർ കൊണ്ടുവന്ന ആ ബില്ലിനെ കുറിച്ചുള്ള ഒരു വാക്കുപോലും മിണ്ടാതെ പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിലില്ല എന്ന ഒറ്റ കാര്യം പിടിച്ച് ചർച്ചയുടെ ഗതി തിരിച്ചുവിടുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് തീ പിടിക്കുന്ന ഒരു പ്രശ്നത്തിന്മേൽ പരിഹാരം കാണാൻ സമ്മതിക്കാതെ വെറും രാഷ്ട്രീയ മുതലെടുപ്പിനായി സഭയെ ബഹളക്കളമാക്കുക. ഇതിനെയാണോ രാഷ്ട്രീയ ധീരത എന്ന് വിളിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇങ്ങനെ തരംതാണ രാഷ്ട്രീയം കളിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാകില്ലെന്ന് കരുതിയോ? ഇനി അടുത്തതായി അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാന ആരോപണം ഇതാണ്: CBIയും EDയും ആദായ നികുതി വകുപ്പും പ്രതിപക്ഷത്തെ വേട്ടയാടാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തൊരു പച്ചക്കള്ളമാണിത്! പരീക്ഷാ തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കാർക്കെതിരെയും ഈ ഏജൻസികൾ കർശന നടപടിയെടുക്കുമ്പോൾ അതെങ്ങനെയാണ് രാഷ്ട്രീയ വേട്ടയാടലാകുന്നത്? രാജ്യത്ത് അഴിമതിയുടെ വേരുകൾ അറുത്തെറിയാൻ നരേന്ദ്രമോദി സർക്കാരും ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത അമിത്ഷായും നടപ്പിലാക്കുന്ന ശക്തമായ നീക്കങ്ങൾ കണ്ട് വിറളി പൂണ്ടിട്ടാണ് കോൺഗ്രസ് ഇത്തരം നുണക്കഥകൾ മെനയുന്നത്. അഴിമതിക്കാരുടെ കഴുത്തിൽ അന്വേഷണ ഏജൻസികളുടെ കുരുക്ക് മുറുകുമ്പോൾ അന്ന് കൊള്ളയടിച്ച പണത്തിന്റെ കണക്ക് നൽകേണ്ടി വരുമെന്ന ഭയമാണ് കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഭരണപക്ഷ നേതാക്കൾ ഇതിന് വ്യക്തമായ മറുപടിയാണ് എന്തായാലും നൽകിയിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ നിർണായക നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഈ വില കുറഞ്ഞ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ യുവാക്കൾക്കിടയിൽ കടുത്ത തിരിച്ചടിയാകുമെന്നുറപ്പാണ്. ഭരണപക്ഷം അടിവരയിട്ടത് പറയുന്നുമുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ഏതൊരു നല്ല നിയമം കൊണ്ടുവന്നാലും അത് ചർച്ച ചെയ്ത് പാസ്സാക്കാൻ പ്രതിപക്ഷം എപ്പോഴെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ തുടങ്ങും ഇവരുടെ ബഹളവും സഭ തടസ്സപ്പെടുത്തലും. എന്നിട്ട് അവസാനം ജനങ്ങളുടെ മുന്നിൽ ചെന്ന് പറയും മോദി സർക്കാർ ഒന്നും ചെയ്തില്ല, രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന്. എന്തിരട്ടത്താപ്പാണിത്! ഒരു ബില്ല് കൊണ്ടുവന്നാൽ അത് സഭയിൽ ചർച്ച ചെയ്ത് പാസ്സാക്കാൻ പോലും സമ്മതിക്കാതെ കാല് പിടിച്ച് വലിച്ച് താഴെയിടാൻ നോക്കുന്നത് ആരാണ്? എന്നിട്ട് യാതൊരു എളുപ്പവുമില്ലാതെ മൈക്ക് പിടിച്ചിരുന്ന് കരയുന്നത് ആരാണ്? ശരിയാണ്, രാജ്യത്തെ ജനങ്ങൾ ഇന്ന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇത് തന്നെയാണ്.
രാജ്യത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന ഇത്തരം പ്രതിപക്ഷ രാഷ്ട്രീയ നാടകങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 5 വർഷവും വെറുതെ ബഹളം വെച്ച് സമയം കളയുന്നതല്ലാതെ രാജ്യത്തിന് വേണ്ടി ക്രിയാത്മകമായി എന്തിലെയാണ് ഇവർ കീറിയത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. മോദിയും അമിത്ഷായും എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നവരോട് തിരിച്ച് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? അത് രാഹുൽ ഗാന്ധി അല്ല. രാഹുൽ ഗാന്ധിയെ അടുത്ത് കാണാനില്ലെന്നും എങ്ങോട്ടാണ് അദ്ദേഹം മുങ്ങുന്നതെന്നും ഒക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വലിയ ട്രോളുകൾ കണ്ടിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നു? അതൊന്നും ഈ കോൺഗ്രസ് നേതാക്കൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ അതോ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ? വെറുതെ എന്തെങ്കിലുമൊക്കെ പടച്ചുവിട്ട് എങ്ങനെയെങ്കിലും വാർത്തകളിൽ ഇടം പിടിക്കുക എന്നല്ലാതെ വേറെന്താണ് ഇവരുടെ പണി? എന്നിട്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ കേന്ദ്രത്തിൽ വലിയൊരു സംഭവമാണ്, ഞാൻ ചോദിച്ചാൽ മോദിയും അമിത്ഷായും വരെ വിറയ്ക്കും എന്നൊക്കെ വരുത്തി തീർക്കാൻ KC വേണുഗോപാൽ നടത്തുന്ന ഓരോ നാടകങ്ങളുണ്ടല്ലോ, അത് കണ്ടാൽ ചിരിയാണ് വരുന്നത്. 2 വാചകം ഇംഗ്ലീഷിലും മലയാളത്തിലും മാറി മാറി പറയുമ്പോൾ കേരളത്തിൽ തങ്ങൾക്ക് എന്തോ വലിയ പവറാണെന്നാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നില എന്താണെന്ന് രാജ്യത്തിന് അറിയാം. എന്നിട്ടും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇത്തരം പച്ചക്കള്ളങ്ങളുമായി ഇറങ്ങുമ്പോൾ പ്രബുദ്ധരായ മലയാളി സമൂഹം ഇതൊക്കെ കണ്ട് പുച്ഛിച്ച് തള്ളുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ വേണ്ടി ഒരു കർശന നിയമം കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ആ നിയമം ശക്തമായി നടപ്പിലാകുമോ എന്ന പേടിയാണോ? അതോ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന അങ്കലാപ്പാണോ? ഇന്ന് പാർലമെന്റിൽ നടക്കുന്നത് ആരോഗ്യകരമായ ചർച്ചകളല്ല, മറിച്ച് അടുത്ത ഇലക്ഷൻ ലക്ഷ്യം വെച്ചുള്ള വെറും സ്റ്റണ്ടുകളാണ്. ഡൽഹിയിൽ ഇരുന്ന് ഓരോരുത്തർ ഓരോ പ്രസ്താവന ഇറക്കും, എന്നിട്ടത് കേരളത്തിലെ ചാനലുകളിൽ വലിയ സംഭവമാക്കി കൊണ്ടുവരും. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളോ വിദ്യാർത്ഥികളുടെ ഭാവിയോ അല്ല കോൺഗ്രസുകാർക്ക് മുഖ്യം. അവർക്ക് തങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിന്റെ വിറളി മാത്രമാണ്. രാജ്യത്ത് ഏതെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ അത് മാന്യമായ രീതിയിൽ ചർച്ച ചെയ്ത് പാസ്സാക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം, ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം. അല്ലാതെ എന്ത് കിട്ടിയാലും സഭ സ്തംഭിക്കൂ, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും സഭ നിർത്തിവെക്കുക, പ്രധാനമന്ത്രി മോദിയോ അമിത്ഷായോ സഭയിൽ വന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കലാണോ ഇപ്പോൾ രാജ്യത്തിന് മുന്നിലുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത്? ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? അതാത് വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാർ സഭയിൽ കൃത്യമായി ഉണ്ടായിരിക്കുമ്പോഴും അവർ മറുപടി നൽകാൻ തയ്യാറാകുമ്പോഴും ഇതൊന്നും കാണാതെ ബഹളം വെക്കുകയാണ്. എന്തിനാണിത്? സ്വന്തം വകുപ്പിലെ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ മന്ത്രിമാർ അവിടെയുണ്ട്. പിന്നെ എന്തിനാണ് ഈ വാശി? നാണമില്ലേ കോൺഗ്രസ് നേതാക്കന്മാരെ? രാജ്യത്ത് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ ഒരു ചരിത്രപരമായ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ സഭയിൽ വെച്ച് മാന്യമായി പാസ്സാക്കാൻ സമ്മതിക്കാതെ കാല് വാരുന്നത് എന്തിനാണ്? എന്നിട്ട് പുറത്തിറങ്ങി വിദ്യാർത്ഥികളുടെ വക്താക്കളായി അഭിനയിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇന്ന് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്നത് ആരാണെന്ന് രാജ്യത്തെ യുവത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ബില്ല് പാസ്സാക്കാൻ സമ്മതിക്കാതെ രാഷ്ട്രീയ നാടകം കളിക്കുന്നവരാണോ അതോ ശക്തമായ നിയമം കൊണ്ടുവന്ന് തട്ടിപ്പുകാരെ പൂട്ടാൻ നോക്കുന്ന സർക്കാരാണോ? അപ്പോൾ പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് അഴിമതിയും മറ്റും നടത്തി രാജ്യത്തിന്റെ ഖജനാവ് മുടിപ്പിച്ചവർ ഇന്ന് ശക്തമായ നിയമനിർമ്മാണം നടക്കുമ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദിയെയും അമിത്ഷായുടെയും ശക്തമായ ഭരണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കോൺഗ്രസ് നടത്തുന്ന ഈ നാടകം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? KC വേണുഗോപാൽ ഉന്നയിച്ച വാദങ്ങൾ ശരിയാണോ അതോ കോൺഗ്രസ് നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകമാണോ ഇത്? എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.